കഴിഞ്ഞ 3 ദിവസമായി തെരച്ചിൽ തുടങ്ങിയിട്ട് ഇനിയും നിരവധി ആളുകളെ കണ്ടുകിട്ടാനുണ്ട്. ഇപ്പോഴും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഹിറ്റാച്ചികളും JCBകളും ഉപയോഗിച്ച് വീട് തുരന്നുള്ള പരിശോധനകളും തെരച്ചിലുകളും നടന്നത്. പക്ഷേ എന്നിട്ടും കുടുങ്ങിപ്പോയവരെ പൂർണ്ണമായി കണ്ടെത്താൻ കഴിയുന്നില്ല. ഇന്നലെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം നടത്തിയ മുണ്ടക്കയിലെ സുദേവന്റെ വീട്ടിൽ 5 മൃതദേഹങ്ങളുണ്ടെന്നറിഞ്ഞിട്ടും ആകെ കിട്ടിയത് അമ്മയുടെ മൃതദേഹം മാത്രമാണ്. ഇന്ന് രാവിലെയോടുകൂടി ബാക്കിയുള്ള 4 മൃതദേഹം കിട്ടില്ല എന്ന ഉറപ്പിൽ ആ തെരച്ചിൽ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടത്ത് ഹിറ്റാച്ചികളും JCBകളും തിരിച്ചു പോയി കഴിഞ്ഞു. ഇവിടെ 41 ആളുകളെയാണ് കണ്ടുകിട്ടാനുള്ളത്. ഇതിൽ ഭൂരിപക്ഷം ആളുകളും വീടിനുള്ളിൽ കുടുങ്ങിത്തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽക്കൂരകൾ ഇളക്കി താഴേക്ക് മാന്തി നോക്കി. എവിടെയും കാണാനില്ല. ഒരു കാര്യം വ്യക്തമാണ്, കണ്ടുകിട്ടാൻ ബാക്കിയുള്ളവരിൽ 10% പോലും ആളുകളെ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അത്രയേറെ മരങ്ങളും കല്ലും ചെളിയും പാറക്കഷ്ണങ്ങളും വീണ് ഈ വീടും പരിസരവും നിറഞ്ഞതിനാൽ രക്ഷാപ്രവർത്തനം ഒരിക്കലും നടക്കുന്നില്ല. മൃതശരീരം കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ പിറകിലേക്ക് കാണുന്നത് കഴിഞ്ഞ 3 ദിവസം ഈ പ്രദേശങ്ങളിലെല്ലാം അങ്ങ് താഴെ മുതൽ മുകളിൽ ഇങ്ങ് പുഞ്ചരിമട്ടം വരെ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ്. അവരോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോഴും ഇതേ അഭിപ്രായം തന്നെയാണ് കണ്ടുകിട്ടാനുള്ളത്. ഇനിയിപ്പോൾ കണ്ടുകിട്ടാൻ ബാക്കിയുള്ള എത്ര ശതമാനം പേരെ ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ? അതായത് ഇപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഉരുൾപൊട്ടി ആദ്യം ബാധിച്ച ജനവാസ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഈ പുഞ്ചിരവട്ടത്തേക്ക് കയറി പോകുന്ന റോഡിൻ്റെ ഒരു ഭാഗത്തുള്ള മുഴുവൻ വീടുകളും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഒരു സൈഡിലെ മുഴുവൻ വീടുകളും തകർന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് 2 പ്രാവശ്യമായിട്ടാണ് പ്രധാനമായിട്ടും വലിയ ഉരുൾപൊട്ടലുണ്ടായത്. ആദ്യം ചെറിയൊരു ഉരുൾപൊട്ടലും രണ്ടാമത് വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം ഉരുൾപൊട്ടലിൻ്റെ സൗണ്ട് ഉണ്ടായപ്പോൾ തന്നെ, ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ പരമാവധി ഇവിടെ നിന്ന് കയറി ഇതിൻ്റെ മുകളിൽ റിസോർട്ടിലേക്കാണ് കേന്ദ്രീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം മിസ്സായ ആളുകളുണ്ട്. പോകുന്ന വഴിക്ക് ചിലപ്പം ഈ ഉരുൾപൊട്ടലിൽപ്പെട്ട ആളുകളായിരിക്കും കൂടുതലുണ്ടാകുക. അത് ഞങ്ങൾ ഇന്നലെ പ്രധാനമായിട്ടും തപ്പിയത് താഴെ ഈ ഉരുൾപൊട്ടൽ പ്രതീക്ഷിക്കാതെ കിടന്നുറങ്ങിയ ആളുണ്ട്. ഇപ്പം മുണ്ടക്കയത്തിന് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു കാരണവശാലും നമുക്ക് ഒരു ഉരുൾപൊട്ടൽ പ്രതീക്ഷിക്കുന്ന പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ അവർ കിടന്നുറങ്ങിയ ആളാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് പാടിയിൽ നിന്നെടുത്ത ആളുകൾ കട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകളാണ്. അവിടെ പൂർണ്ണമായിട്ട് അവർ കിടന്നുറങ്ങുമ്പം അതിന് മുകളിലേക്ക് ബിൽഡിംഗ് വന്ന് ഈ പറഞ്ഞ ഉരുൾപൊട്ടി വന്ന് വീണു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മുഴുവൻ പ്രദേശങ്ങളും അരിച്ചു പെറുക്കി ഇവിടത്തേക്ക് വന്ന് എന്തെങ്കിലും സാധ്യത ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇനി ഏതെങ്കിലും ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളെ നമ്മൾ മുഴുവൻ ആളുകളെയും കൺഫേം ചെയ്ത് ഓരോ വീട്ടിൽ നിന്നും ഇവിടെ നിന്ന് മിസ്സിംഗ് ആയ ആളുകളുണ്ട്. ആ മിസ്സിംഗ് ആയ ആളുകൾ ഏതെങ്കിലും വീട്ടിലുണ്ടാൻ സാധ്യതയുണ്ടോ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു നോക്കിയത്. അവർ പുറത്തിറങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ ഇല്ല. ഇനിയിപ്പോൾ ആകെ സാധ്യത വെച്ചാൽ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഈ ഉരുൾപൊട്ടി വന്ന മണ്ണിലും അതുപോലെ തന്നെ ചെളിയിലും പൂണ്ട് താഴേക്ക് പോയിട്ടുണ്ടാകാനാണ് പിന്നെ സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ പരിശോധന നടത്തിയ സുദേവന്റെ വീട്ടിൽ 5 മൃതദേഹങ്ങൾ ഉണ്ടെന്നറിയാം. ഒരാളെ മാത്രമാണ് കിട്ടിയത്. അത്ര സമയം പണിയെടുത്തിട്ടും 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഇനിയുള്ള എണ്ണങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെ. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സൗണ്ട് ഉണ്ടാകും. ഞങ്ങളിപ്പം ആദ്യത്തെ ഉരുൾപൊട്ടൽ അറിഞ്ഞ ഉടനെ തന്നെ കൽപ്പറ്റയിൽ ഞങ്ങളിവിടെ എത്തിയതാണ്. രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് സമയത്ത് ഞങ്ങളിവിടെ സ്പോട്ടിലുണ്ട്, തൊട്ട് താഴെയുണ്ട്. അവിടെ ഉരുൾപൊട്ടലിൻ്റെ ഒച്ച കെട്ടി ഞങ്ങൾ ഓടി കാപ്പിത്തോട്ടത്തിലേക്ക് കയറിയതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ കഴിച്ചിലായത്. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടൽ വരുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ താഴെ നമ്മളിപ്പം സുദേവൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയെന്ന് പറഞ്ഞു. ഒരാളെ മാത്രം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ആ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ ഈ സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരിക്കാം. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ചരലിനൊപ്പം പുറത്തേക്ക് ഈ പറഞ്ഞ വെള്ളത്തിനൊപ്പം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ തെരഞ്ഞാലും കിട്ടാനുള്ള സാധ്യതയില്ല. അതെ 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 അത് അങ്ങനെ അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മളതല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഏതെങ്കിലും പിന്നെ സാധ്യത നമുക്ക് തെരച്ചിലിന്റെ ഭാഗമായി ആരെങ്കിലും കണ്ടെത്താൻ സാധ്യതയുണ്ടെങ്കിൽ ചെറിയ ഒരു സാധ്യത പോലും നമ്മൾ എന്ത് ചെയ്യില്ല, ഒഴിവാക്കാതെ ഉള്ള പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്തു. നിലവിലെ ഇപ്പോഴുള്ള തെരച്ചിൽ പ്രകാരം ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടത്ത് എല്ലാവരും തിരിച്ചുപോയി, JCB എല്ലാം തിരിച്ചുപോയി. അപ്പോൾ ഈ വീടിനുള്ളിലുള്ളവരില്ല എന്നുള്ളതല്ല. ഇവിടെയുള്ള ആളുകൾ പുറത്തിറങ്ങിപ്പോയി. അത് ഇവിടുത്തെ ലോക്കൽസ് എന്ന നിലയിൽ കൺഫേം ചെയ്തുകൊണ്ടാണ്. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ താഴെയുള്ള വീടുകൾ പൂർണ്ണമായി ഇപ്പോൾ താഴേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ വീടിന്റെ തറയെങ്കിലും കാണുന്നുണ്ട്, താഴെ വീടിന്റെ തറ പോലും കാണുന്നില്ല. ഒന്നിക്കൽ അവർ വീട്ടിനകത്തുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക്. അവിടെ വീടടക്കം താഴേക്ക് പോയിട്ടുണ്ട്. വീടിന്റെ തറയടക്കം താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ കാണേണ്ടി വന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ ഒപ്പം ഒലിച്ചു പോയതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ഒന്ന് താഴേക്ക് ഇനി തപ്പേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഉള്ള തപ്പിയാലും എത്ര
ഇല്ല, തപ്പിക്കഴിഞ്ഞാലും എന്ന് വെച്ചാൽ ആകെ നമുക്കിനി ശരീരം എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മൾ ഇവിടെ മുഴുവൻ തപ്പി പരിശോധന നടത്തിയതിന് ശേഷം അവസാനം ഇവിടെ നിന്ന് ഒരു ടീം ഈ പുഴയിലൂടെ നടന്ന് താഴെ നിലമ്പൂർ വരെ നമ്മുടെ ഈ പുഴ അവസാനിക്കുന്ന സ്ഥലം വരെ പോയി പരിശോധന നടത്തിയിട്ടാണ് അവസാനം ആ പരിശോധന അവസാനിപ്പിച്ചത്. അതേപോലെ ഒരു പരിശോധന എന്തായാലും നമുക്ക് അവസാന ഘട്ടത്തിൽ നടത്തണം. എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഉള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് വസ്തുതയാണ്. എന്താ തോന്നുന്നത്? അത് ഇന്നലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ മുതൽ സുദേവൻ്റെ വീട്ടിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവിടെ വൈകുന്നേരം വരെയും ആ വീട്ടിലെ ഒരു മകൻ ഉൾപ്പെടെ നമ്മുടെ ഒപ്പം ചേർന്ന് പരിശോധനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വൈകുന്നേരം വരെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയും ആ വീട് പൂർണ്ണമായി ഒന്നും കൂടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീടിനകത്ത് ശവശരീരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പുറത്തിറങ്ങി പോകുന്ന സമയത്താണ് മിസ്സായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് സാധ്യതയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, പ്രതീക്ഷിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇവരുടെ ബുദ്ധിമുട്ടുകൾ. പറഞ്ഞു, ഈ ഉരുൾപൊട്ടൽ വരുമ്പോൾ ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടാകാം, അതുകൊണ്ട് വീട്ടിനുള്ളിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ എത്രത്തോളം തിരഞ്ഞാലും ഇതിൽ എത്ര ആളുകളെ ഇനി കണ്ടെത്താൻ കഴിയും എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, വയനാട്.